മോനെ, ഇനിയുള്ളവർക്ക് മോൻ ഓണക്കോടി സമ്മാനിക്കും. മുത്തച്ഛൻ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായില്ലേ? അതെ മോനെ, അച്ഛനൊന്ന് വിശ്രമിക്കട്ടെ. മോളെ, മുത്തശ്ശൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു. ഇനി വിശ്രമിച്ചോളൂ. മോള് ചെല്ലു. ആ ദിനേശ, നീ എന്തോ വേണോ നിൽക്കടാ അവിടെ. ഇങ്ങോട്ട് ഇറങ്ങി വന്നീ കുട്ടികളെ ഒന്ന് സഹായിക്കടാ. ആ അങ്കിള്, എത്ര കീറി, എത്ര വീശിയെന്ന്. എന്റെ ദിനേശേട്ടാ, ഇങ്ങോട്ടൊന്ന് സഞ്ജുവിനൊന്ന് സഹായിച്ചേ. വാ അങ്കിള്, ഇതൊക്കെയല്ലേ ഓണം. കാര്യങ്ങളൊക്കെ വ്യക്തമായി തുടങ്ങി. എടാ ഭയങ്കര, അങ്കിളെ വാ പ്ലീസ്. നീ എന്നെയും കടത്തി വിട്ടിയല്ലോടാ. ഒരു പെണ്ണിനെ താലി കെട്ടിയിട്ട് അവളെ വേലക്കാരിയുടെ വേഷം കെട്ടി വീട്ടിൽ പുറപ്പിക്കുന്നു. എന്നിട്ട് മുറപ്പെണ്ണിനെ പ്രേമിച്ച് അടുത്ത കെട്ടിന് നടക്കുന്നു. സഞ്ജു, ഇനി ആരും ഇല്ലാന്ന് തോന്നുന്നു. എല്ലാവരും പോയി. ആ, എന്നാൽ ഇനി ഒരു ഓണസദ്യയാവാം. എല്ലാരും വാ വാ. ഞാനും വാ. എന്തായാലും നമ്മുടെ ഓണം അടിപൊളിയായി. നീ ഹാപ്പി അല്ലേ? അതിന് ചോദിക്കണോ? ആദ്യമായിട്ടാ ഓണത്തിന് ഇത്ര ഭംഗിയുണ്ടെന്ന് ഞാൻ അറിയുന്നത്. നിനക്ക് ഞാൻ ശിഷ്യനാവണമല്ലോടാ. നിന്റെ മുമ്പിൽ ഞാൻ ആയുധം വെച്ച് കീഴടങ്ങി. ഈ ഓണത്തിന് എനിക്ക് ഇത്രയും സന്തോഷം തന്ന സഞ്ജുവിന് ഒരു സ്പെഷ്യൽ താങ്ക്സ്. വെൽക്കം. ഇനിയുള്ള എല്ലാ ഓണവും ഇങ്ങനെയോ? ദിനേശന്റെ സമയം തുടങ്ങിക്കഴിഞ്ഞു. അവരൊക്കെ സദ്യ കഴിക്കട്ടെ. ഈ കൈയും വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ? മുത്തശ്ശനെ രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ, അത് മതി എനിക്ക്. ദിനേശേട്ടൻ എന്താ എവിടെ? അതൊക്കെ ഞാൻ പറയാം. ദിനേശേട്ടാ, നിങ്ങൾ എന്തീ കാണിക്കുന്നേ? റൂമിൽ നിന്ന് ഇറങ്ങാനാ പറഞ്ഞത്. ഇറങ്ങിയില്ലെങ്കിൽ നീ എന്ത് ചെയ്യുന്നു? വിളിച്ചാളെ കൂട്ടോ. എങ്കി വിളിക്കടി. ഓണസദ്യ ഞാൻ ഇവിടെ വിളമ്പാം. ഞാൻ നില വിളിച്ച ആളെ കൂട്ടുന്നത് കാണണോ നിങ്ങക്ക്? അതിനു മുമ്പ് ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. ശരിക്കും നീ ആരാ? വീട്ടുജോലിക്കാരിയോ ശ്രീകുട്ടിയുടെ ദത്തെടുത്ത അനിയത്തിയോ? അതോ സഞ്ജുവിന്റെ ഭാര്യയോ? നീ നന്നായിട്ട് ഞെട്ടിയല്ലേ? എന്റെ ചോദ്യത്തിന് മറുപടി താ. നിന്റെ കഴുത്തി താലി കെട്ടിയത് സഞ്ജു അല്ലേ? അവന്റെ പേര് പറയാതെ നീ ശ്രീകുട്ടിയോട് പോലും ഒളിപ്പിച്ചു വച്ചിരിക്കല്ലേ അത്? നിന്റെ വീട്ടുകാരെ അധികാരം പറഞ്ഞു വന്നത് നിന്റെ കഴുത്തിൽ അവൻ താലി കെട്ടി അധികാരം വെച്ചല്ലേ? സച്ചിയുമായിട്ടുള്ള വിവാഹത്തിൽ നിന്നും നീ ഒഴിഞ്ഞു മാറാൻ കാരണം സഞ്ജു നിന്റെ ഭർത്താവായതുകൊണ്ടല്ലടി. എടി പറയാൻ. നിങ്ങൾ ഇതൊക്കെ എന്നോട് എന്തിനാ ചോദിക്കുന്നത്? സഞ്ജുനോട് പോയി ചോദിക്കാം. നിന്റെ നാവിൽ നിന്ന് എനിക്കത് കേൾക്കേണ്ടത്. നിങ്ങൾ പറഞ്ഞതൊക്കെ കള്ളാണ്. ആരും നിങ്ങളോട് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാ. എന്റെ കയ്യിൽ തെളിവുണ്ടെങ്കിലോ? ഇനി ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം. നിന്റെ കല്യാണ കഥകളൊക്കെ കാവേരി പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. സഞ്ജുവിന് ഒരു കാലത്തും നിന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല. അത് പ്രതീക്ഷിച്ചാണോ നീ ഇവിടെ കഴിയുന്നത്? ഞാനെന്തിന് നിങ്ങളുടെ സഞ്ജുനെ പ്രതീക്ഷിക്കണം? ഞാൻ ഇവിടുന്ന് ഉടനെ പോവും. വെരി ഗുഡ്. അത് തന്നെയാ ഞാനും പറഞ്ഞു വരുന്നത്.
സഞ്ജുവും ശ്രീകുട്ടിയും ഉടനെ വിവാഹിതരാവും. അത് തടയാൻ ആർക്കും കഴിയില്ല. അത് തന്നെ എന്റെ ആഗ്രഹം. ഞാൻ ആരെയും ദ്രോഹിക്കാനല്ല ഈ വീട്ടിലേക്ക് വന്നത്. ചേച്ചി എന്നെ കൊണ്ടുവന്നത്. നിനക്ക് നിന്റെ വീട്ടിൽ ചെന്ന് നിൽക്കാനും കഴിയില്ല. നിന്നെപ്പോലൊരു സുന്ദരി പെണ്ണിന് തനിച്ച് ജീവിക്കാനും പറ്റില്ല. അവിടെയാണ് നീ ബുദ്ധി കാണിക്കേണ്ടത്. ഈ സമയത്ത് ബുദ്ധി കാണിച്ചില്ലെങ്കിൽ നീ ചെന്ന് വീഴാൻ പോകുന്നതേ അഴുക്ക് ചല്ലാവും. നിന്നെ ഞാൻ നോക്കിക്കോളാം. നീ എന്നെ വിശ്വസിക്കാൻ തയ്യാറായാൽ നീ രക്ഷപ്പെടും. ഒരു റാണിയെ പോലെ ജീവിക്കാനുള്ളൊരു ഭാഗ്യവും നിനക്കുണ്ടാവും. കോടികളുടെ ആസ്തിയുള്ളവനാ ഞാൻ. എന്റെ കുടുംബത്തെ പറ്റി നിനക്കൊന്നും അറിയില്ല. കാവേരി മറ്റുള്ള ജീവിതം ഞാൻ മടുത്തതാ. ഒരു കുഞ്ഞിനെ സമ്മാനിക്കാൻ കഴിയാത്തവളെ ഞാൻ എന്തിനു ചുമക്കണം? അവൾ കാരണമാ ഞാൻ മദ്യപാനിയും ദുർനടപ്പുകാരനോ ആയത്. നീ എന്റെ ജീവിതത്തിൽ വന്ന ദിനേശ് നല്ലവനാവും. നമുക്ക് ബാംഗ്ലൂരിലോ മുംബൈയിലോ പോയി ജീവിക്കാം. ഇനി നിങ്ങളൊരു അക്ഷരം ശബ്ദിച്ചു പോരുത്. കടന്നു പോ. ഞാൻ നിങ്ങളുടെ സഞ്ജുവിന്റെ ആരുമല്ല. അദ്ദേഹം എന്റെ ഭർത്താവുമല്ല. ഇറങ്ങി പോവാനാ പറഞ്ഞത്. ആരും വിശ്വസിക്കാത്ത കള്ളക്കഥകളുമായിട്ട് വന്നിരിക്കുക. അപ്പൊ നീ രണ്ടും കൽപ്പിച്ചു തന്നെയല്ലേ? നിന്നെ നിലയ്ക്കിർത്താൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. ഇനി സഞ്ജു അല്ല നിന്റെ ഭർത്താവെന്ന് നിനക്ക് നിഷേധിക്കാൻ പറ്റുമോ? നിങ്ങൾക്കിത് എവിടെ നിന്ന് കിട്ടി? ദിനേശിന് ആവശ്യമുള്ളത് സമയമാകുമ്പോ കൈവന്ന് ചേരും. ഇതൊരു ഫോട്ടോ മാത്രമല്ലടി. നിന്റെ കല്യാണത്തിന്റെ മുഴുവൻ ഫോട്ടോകളും എന്റെ കയ്യിലുണ്ട്. അതൊക്കെ ഒരു പെൻഡ്രൈവിലാക്കി സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു വര വരയ്ക്കും. അതിനപ്പുറം നിനക്കും സഞ്ജുനും പോകാനാകില്ലടി. നീയൊന്നും ചലിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതുവരെ ഞാൻ ഈ വിവരം അവനെ അറിയിച്ചിട്ടില്ല. നീ മനസ്സ് വെച്ചാ അവൻ ഒരിക്കലും അറിയാനും പോകുന്നില്ല. അവൻ ശ്രീകുട്ടിക്കൊപ്പം സന്തോഷമായിട്ട് ജീവിക്കട്ടെ. നീ ഇനി എവിടെ പോയാലും അവൻ അന്വേഷിച്ചു വരാനും പോകുന്നില്ല. നിന്നെ ഞാൻ മോഹിച്ചു പോയടി. പൊന്നുപോലെ ഞാൻ നിന്നെ നോക്കിക്കോളാം. മുംബൈ മതി. അവിടെ ഒരു ഫ്ലാറ്റ് വാങ്ങി നമുക്ക് സെറ്റിലാവാം. അല്ല, നീ എന്റെ കൂടെ ഉണ്ടെന്ന് ആരും അറിയില്ല. ചിലപ്പോഴേ ഇങ്ങോട്ട് കാവേരി വരും. അവിടെ ഓണസദ്യ തുടങ്ങി കഴിഞ്ഞു. നമുക്ക് വിശദമായിട്ട് പിന്നെ സംസാരിക്കാം. ഇന്ന് രാത്രി ഞാൻ നിന്നെ ഫോണിൽ വിളിക്കും. നീ ടെറസിൽ വരണം. നീ വന്നില്ലെങ്കിൽ നാളെ ഞാൻ എല്ലാവരെയും വിളിച്ചുകൂട്ടി നീ ആരാണെന്ന് വെളിപ്പെടുത്തും. അതുണ്ടാവാതിരിക്കണമെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചെടുത്ത് വന്നിരിക്കണം. ഇത് ഭീഷണിയായിട്ട് നീ കരുതണ്ട. ദിനേശനെ എന്ത് കാര്യത്തിനും ഫാസ്റ്റാ. കാത്തിരിക്കാനുള്ള ശീലം എനിക്ക് പണ്ടേയില്ല. ഞാൻ ഏതറ്റം വരെയും പോകുമെന്ന് നിനക്കറിയാമല്ലോ. അപ്പോ രാത്രി ടെറസിൽ കാണാം. ഇനിയിപ്പോ ഇരിക്കാലോ അല്ലേ? ആ, അമ്മ പോയി അച്ഛനെ വിളിച്ചോളൂ. ആ, ഞാൻ സഹായിക്കണോ ചെറിയമ്മേ? ഇനിയാണോ സഹായിക്കാൻ നിൽക്കുന്നത്? നീ പോയി സഞ്ജുവിനെ വിളിച്ചിട്ട് വാ. അല്ല, അമ്മ എന്താ താഴേക്ക് വരാത്തെ? സഹായിക്കാൻ കഴിയാത്ത വിഷമത്തിലാ അവള്. ഒന്നിച്ചിരുന്ന് കഴിക്കാന്ന് കരുതിയത് അത് നടക്കില്ല. വലത് കൈയിലേ മുറിഞ്ഞത്. അത് ദൈവത്തിന് ഇഷ്ടപ്പെടാഞ്ഞോണ്ടാ.
ചടങ്ങ് നടക്കുന്ന പൂജാമുറിയില് അവക്കെന്ത് കാര്യം? ഞാനത് മുൻകൂട്ടി പറഞ്ഞതാ. ദൈവത്തിന് അവളെ മാത്രമേ ഇഷ്ടമുള്ളൂ. അതിനാ മുത്തശ്ശന്റെ അടുത്ത് തന്നെ അവളെ നിർത്തിയത്. ഓ, അമ്മൂന്റെ അശ്രദ്ധ കൊണ്ട് കൈമുറിഞ്ഞതല്ല. അങ്ങനെ ആരും ഇവിടെ കരുതേം വേണ്ട. മുത്തശ്ശൻ വീണത് അവിടെ ഇരുന്ന നിലവിളക്കിന് മുകളില. അമ്മു മുത്തശ്ശനെ പിടിക്കാതിരുന്നെങ്കിൽ എന്താ സംഭവിക്കാന്ന് ഒന്ന് ചിന്തിച്ചു നോക്ക്. ദൈവമേ, അങ്ങനെയാണ് അവളുടെ കൈ മുറിഞ്ഞേ? അതെ അമ്മ. മുത്തശ്ശന്റെ ദേഹത്ത് തുളച്ചു കയറേണ്ട വിളക്ക് അവളുടെ ദേഹത്ത് തറച്ചു. സിമ്പതി പിടിച്ചു പറ്റാൻ അവളുണ്ടാക്കിയ കഥ വിശ്വസിക്കാനേ മറ്റുള്ളവരത്ര വിഡ്ഢികളൊന്നും അല്ല ശ്രീകുട്ടി. എന്നാ അവള് വേദന എടുത്തുന്ന കരയെങ്കിലും വേണ്ടേ? ഹാ, അവിടെ ഉണ്ടായിരുന്ന ആരും അത് കണ്ടതുമില്ല. നിങ്ങളോട് തർക്കിക്കാൻ ഞാനില്ല. ആ, അതാ നല്ലത്. പാവോ അച്ഛൻ, അതെല്ലാം അങ്ങ് വിശ്വസിച്ചു പോയല്ലേ. അല്ല, ഇവിടുത്തെ പ്രധാന ആളെവിടെ കാവേരി? അമ്മോയെ, അവളല്ലേ ഇവിടെ വേണ്ടത്? ഇത് അവളുടെ ആദ്യത്തെ ഓണമല്ലേ സഞ്ജു? അവളിന്ന് കൈമുറിച്ച് സ്റ്റാറായി നിൽക്കുകയല്ലേ. വീഴാൻ പോയ അച്ഛനെ താങ്ങിയപ്പോഴാണത്രേ കൈമുറിഞ്ഞത്. അല്ലെങ്കിൽ സ്റ്റാർ അവള് തന്നെയാ. അത് പലരും അറിയുന്നില്ലെന്ന് മാത്രം. എല്ലാരും കൂടെ ഇരിക്കെ, ഞാനിപ്പോ വരാം. നീ എവിടെ പോന്നു മോനെ? അമ്മൂനെ കൂട്ടി വരാം. നിങ്ങളെ കളിയാക്കൊന്നും വേണ്ട. അവളത് ചെയ്യാതിരുന്നെങ്കിൽ ഇന്നിവിടെ ഓണം ഉണ്ടാവില്ലായിരുന്നു. അവളെ ഞാൻ ചെന്ന് കൂട്ടിക്കൊണ്ടുവരാം. നീ പോണ്ട മോനെ, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. അതല്ല വേണ്ടതമ്മേ. എന്റെ മുത്തശ്ശന്റെ ജീവൻ രക്ഷിച്ചത് അവള്. ഓണസദ്യയിൽ അവളും വേണം. ശരി സഞ്ജു. അവളെ കൊണ്ട് ഇവിടെ ഇരുത്തി എന്ത് ചെയ്യാന്? ഇടത് കൈകൊണ്ട് ഓണസദ്യ ഉണ്ണാനാ അവൾക്ക് വിധി. എന്തെങ്കിലും ആവട്ടെ, സഹകരിച്ചു പോവാതെ എന്ത് ചെയ്യാനാവും? ഓണമായി പോയില്ലേ. നിങ്ങള് കഴിക്കേ. അവൻ വിളിച്ചെന്ന് വെച്ച് അവള് വരികയൊന്നുമില്ല. സ്പൂണിൽ കോരി കഴിക്കാനേ അവക്ക് പറ്റൂ. വാ, മോള് വന്നിരിക്കേ. വാ, അമ്മ വരുമെന്ന് നോക്കട്ടെ. ദേ അമ്മ വരുന്നു. വാ മോളെ. വാ അമ്മ, വാ കഴിക്കാം. വാ, ഞാൻ പിന്നെ കഴിച്ചോളാം ചേച്ചി. മോളിങ് വാ, ഇവിടെ ഇരിക്കും. എനിക്കും അമ്മൂനും ഓരെല്ലാം മതിയായിരുന്നു. ഞാൻ എന്റെ മോൾക്ക് വാരി തരാട്ടോ. എന്തൊക്കെ കാണണം എന്റെ കവിതയെ. രണ്ടും ഒരു ത്രാസി തൂങ്ങുന്ന വർഗമല്ലേ. ഇനി വാരിക്കൊടുക്കുവോ കോരിക്കൊടുക്കുവോ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. അമ്മ മാത്രം നിനക്ക് തരണ്ട, ഞാനും തരും. അസൂയ നോക്കി. വല്യച്ച എണീറ്റ് പോരുതേ. ഇതിന്റെയൊക്കെ കണക്ക് തീർത്ത് നമ്മൾ ഊട്ടാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോഴാ നമ്മുടെ ഓണസദ്യ മറക്കാനാവാത്ത അനുഭവമായത്. നമ്മുടെ സജ്ജിക്കുട്ടൻ എന്തേ? അവനിപ്പോ ഓണസദ്യക്ക് മുന്നില് മുഖവും വീർപ്പിച്ചിരിപ്പുണ്ടാവും. അവൾ ഉറങ്ങിക്കഴിഞ്ഞു. ഇനി ബെഡിൽ നിന്ന് എടുത്തുകൊണ്ട് പോയാലും കാവേരി അറിയാൻ പോകുന്നില്ല. അമ്മ ഇപ്പോൾ ടെറസിൽ കാത്തിരിക്കുന്നുണ്ടാവും. വരാതിരിക്കാനുള്ള ധൈര്യമൊന്നും അവൾക്കുണ്ടാവില്ല. ആദ്യം കഴിച്ചെന്ന ലഹരിയൊക്കെ പോയി. ഇനിയിപ്പോ രണ്ടെണ്ണം കൂടെ അടിച്ചിട്ട് വേണം അങ്ങോട്ട് പോകാൻ.
സൂക്ഷിക്കാനുള്ള രാത്രിയല്ലേ ഇത്? അമ്മ പുറത്തിറങ്ങിയോ ഇല്ലെന്ന് ഉറപ്പുവരുത്തണം. ടെറസിലേക്ക് പോകാൻ പേടിയാണെങ്കിലോ ചിലപ്പോ റൂമിൽ ചെല്ലാൻ പറഞ്ഞു വിടുന്നുമില്ല. റിങ് ചെയ്യുന്നുണ്ട്. ഹലോ, ഞാനാ, ദിനേശനാ. നീ ടെറസിലെത്തിയോ? അവിടെയാണോ? ഞാനിവിടെ ഉണ്ട്. ദിനേശേട്ടൻ വരണ്ട, എനിക്ക് പേടിയാവുന്നു. ഞാൻ എത്തിക്കഴിഞ്ഞു. നീ പേടിക്കാതിരിക്കുക. ഞാനല്ലേ അമ്മ പറയുന്നത്. ഞാൻ എത്തിപ്പോയി. നീ അവിടെയുള്ള സെറ്റിയിലിരുന്നോ? അവൾക്കറിയാം പിടിച്ചു നിൽക്കാൻ എന്ത് വേണോന്ന്. ദിനേശ, നീ ഒരു ഭാഗ്യവാൻ. എത്ര പെട്ടെന്ന് അമ്മ നിന്റെ വലയിൽ വീണത്. സുന്ദരനും കോടീശ്വരനുമായ സച്ച് പിന്നാലെ നടന്നിട്ടും സാധിക്കാൻ കഴിയാത്ത കാര്യം നീ നേടിയത്. നിന്റെ ഭാഗ്യമല്ലാതെ എന്തു പറയാനാ? നീ നിന്റെ ജീവിതകാലം മുഴുവൻ ഇവിടെ പണിയെടുത്ത് കഴിയുമടി കാവിരി. പണിക്കാരി പെണ്ണുമായി ദിനേശം പോവും. ഓനെ സഞ്ജു, അങ്കിളിന് നീ ഇങ്ങനൊരു സഹായം ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ലടാ. ദിനേശേട്ടൻ വന്നു. അയ്യോ, നീ ഉറങ്ങിപ്പോയ മുത്തേ. കള്ളി ഉറങ്ങിയില്ല അല്ലേ? നീ എന്നെ പറ്റിക്കാണോ? അമ്മു, അമ്മു, എഴുന്നേക്ക്. എനിക്ക് ശ്വാസപ്പെടുന്നു. ധൃതി വെക്കാതെ. സഞ്ജു എന്തിനാ എവിടെ വന്നിട്ട് തുടങ്ങിയത്? ഞാന് എന്റെ പെണ്ണ് വരുമെന്ന് പ്രതീക്ഷിച്ചു വന്നതാ. അങ്കിൾ എന്തിനാ വന്നത്? അത് പിന്നെ കാറ്റ് കൊള്ളാനാ വന്നത്. കാറ്റ് കൊള്ളാൻ വന്ന അങ്കിൾ എന്തിനാണ് അമ്മു മുത്ത എന്നൊക്കെ വിളിച്ച് എന്നെ കയറി പിടിച്ചത്? നിങ്ങൾ ആരാ? എന്റെ അപ്പച്ചിയുടെ ഭർത്താവ്. അമ്മു ആരാ? ഞാൻ താലി കെട്ടിയ പെണ്ണ്. ആ നിലയ്ക്ക് അമ്മു നിങ്ങളുടെ ആരാ? മകളായിട്ട് വരും. നിനക്ക് ഞാൻ താലി കെട്ടിയ പെണ്ണെ തന്നെ വേണോ അല്ലടാ? എനിക്ക് പേടിയാവുന്നു. നിങ്ങൾ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട്. ഈ നിലയ്ക്ക് താൻ താഴെ വീണ് മരിച്ച, മദ്യപിച്ച് ടെറസിന്ന് താഴെ വീണ് മരിച്ചു എന്ന് എല്ലാരും വിശ്വസിക്കും. എനിക്ക് വേണ്ടതും അതാ, സ്വാഭാവിക മരണം അല്ലെങ്കിൽ ആത്മഹത്യ. സഞ്ജുവനെ, എന്നോട് ക്ഷമിക്കും. ഒരബദ്ധം പറ്റിപ്പോയി. എന്നെ കൊല്ലാതെ വിടണേ. അതെങ്ങനെ ശരിയാവും അങ്കിളെ? വധശിക്ഷയാണ് അന്തിമ വിധിയെങ്കിലേ മരിച്ചല്ലേ പറ്റൂ. നിങ്ങൾ എന്റെ പെണ്ണിന്റെ മാനത്തിന് വില പറഞ്ഞത് മാത്രമല്ല വിഷയം. നാളെ ഞാൻ രഹസ്യമാക്കി വെച്ചിരിക്കുന്ന സത്യം നിങ്ങൾ എല്ലാവരോടും പറയില്ലേ? അതോടെ ഈ കുടുംബം തകരും. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ഈ കുടുംബത്തിന് തന്നെ ഭാരമായി നിൽക്കുന്ന നിങ്ങൾ തീർന്നു കിട്ടുന്നത് തന്നെയാണ് നല്ലത്. നിങ്ങളെപ്പോലൊരു വൃത്തികെട്ടവനെ എന്റെ അപ്പച്ചിക്ക് ഭർത്താവായി വേണ്ട. സത്യമായിട്ട് ഞാനിത് ആരോടും പറയില്ല പോലെ. എന്നെ വിശ്വസിക്ക്. എന്നെ കൊല്ലാതെ വിടറേ. ഞാൻ ഈ നാട് വിട്ടെന്നെ പോയിക്കോളാം.
നീ അമ്മുവിന്റെ കൂടെ ശ്രീകുട്ടിയുടെ ആരുടെ കൂടെ വേണമെങ്കിലും ജീവിച്ചു. ആ പെൺഡ്രൈവ് നിങ്ങൾക്ക് ആരാ തന്നത്? ഞാനിതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്നല്ലേ? അതുകൂടെ കേട്ടിട്ട് നിങ്ങൾ തീർന്നാ മതി. ഇരിക്കൂടാ.